ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എസ്തറ ഹോം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2025 മോസ്റ്റ് ഡിമാൻഡഡ് ടോപ്പിക് ആയിട്ടുള്ള കിച്ചൺ ഡിസൈനെ പറ്റിയാണ്. ഒരു ബെസ്റ്റ് കിച്ചൺ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏത് ലേ ഔട്ടാണ് ബെസ്റ്റ്, എത്ര കോസ്റ്റ് വരും, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കിച്ചൺ ഡിസൈൻ്റെ ഫുൾ ഗൈഡ് ഒരു 8 പാർട്ടുകളായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിച്ചൺ ഡിസൈനിങ്ങിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേ ഔട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള 5 ലേ ഔട്ടുകളുണ്ട്, അത് ഓരോന്നായിട്ട് പറയാം. ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് കിച്ചൺ ലേ ഔട്ട്സ് കുറച്ച് ഈസിയായി മനസ്സിലാക്കാം. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ കിച്ചൺ. ചെറിയ ഫ്ലാറ്റിലോ കോമ്പാക്റ്റ് സ്പേസസിലോ ഇത് പെർഫെക്റ്റ് ആണ്. വർക്ക് ട്രയാങ്കിൾ ഇല്ലെങ്കിലും മെയിൻ്റനൻസ് സൂപ്പർ ഈസിയാണ്. അടുത്തത് എൽ ഷേപ്ഡ് കിച്ചൺ. കോർണർ സ്പേസ് ഫുൾ യൂട്ടിലൈസ് ചെയ്യാം. കുക്കിംഗ്, പ്രിപ്പറേഷൻ, മൂവ്മെൻറ്റ് എല്ലാം സ്മൂത്ത് ഫ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് പോപ്പുലർ ആയതും. തേർഡ് ഓപ്ഷൻ യു ഷേപ്ഡ് കിച്ചൺ. ഈ ടൈപ്പ് കിച്ചണിൽ സ്റ്റോറേജ് സ്പേസും കൗണ്ടർ സ്പേസും മാക്സിമം ആയിരിക്കും. വലിയ വീടുകളിലും ഇൻഡിപെൻഡൻറ്റ് ഹൗസസിലും ഇത് വളരെ പ്രാക്ടിക്കലാണ്, എസ്പെഷ്യലി ഇഫ് യു കുക്ക് എ ലോട്ട്. അടുത്തത് പാരലൽ അല്ലെങ്കിൽ ഗാലി കിച്ചൺ. 2 കൗണ്ടേഴ്സ് ഓപ്പോസിറ്റ് സൈഡ്സിലാണ് ഉണ്ടാവുക. ഒരു ഭാഗത്ത് കുക്കിങ്ങും മറ്റേ സൈഡിൽ പ്രിപ്പറേഷൻ ഓർ വാഷൊക്കെ ചെയ്യാം. വർക്ക് എഫിഷ്യൻസി ഇതിലാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം മൂവ്മെൻറ്റ് വെരി ക്വിക്കായിരിക്കും. ഫൈനലി ഐലൻഡ് കിച്ചൺ. പ്രീമിയം ലുക്ക് വേണമെങ്കിൽ ഇതാണ് ബെസ്റ്റ്. എക്സ്ട്രാ കൗണ്ടർ, സീറ്റിംഗ് സ്പേസ് എല്ലാം കിട്ടും. ഈ കിച്ചൺ ഡിസൈൻ എന്നത് ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ 8 പാർട്ടുകളായിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എസ്തറ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.